എംദില്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരീക്ഷാ സമയത്തോ അല്ലെങ്കിൽ പരീക്ഷയുടെ റിസൾട്ട് വരുന്ന സമയത്തോ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഇതെങ്ങനെ തടയുവാൻ സാധിക്കും? ഇതിന് മാതാപിതാക്കളും ടീച്ചേഴ്സും എന്താണ് ചെയ്യേണ്ടത്? ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അജന്ത ഡേയോട്. വരൂ സംസാരിക്കാം. പരീക്ഷയുടെ സമയത്ത് വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പരീക്ഷയോട് അവർക്കുള്ള പേടി, സ്ട്രെസ്, ഇതൊക്കെ നമുക്ക് എങ്ങനെ തടയാൻ കഴിയും? നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? അതായത് ഈ പരീക്ഷാ സമയത്തും റിസൾട്ട് സമയത്തും ഉണ്ടാകുന്ന സൂയിസൈഡ്സ് സത്യം പറഞ്ഞാൽ നമുക്ക് വളരെ ശ്രദ്ധാപൂർവമായി പ്രിവെന്റ് ചെയ്യാം. ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ട് വന്നതിന് ശേഷമല്ല ഇത്തരം സൂയിസൈഡ്സ് ഉണ്ടാവുന്നത്. റിസൾട്ട് എന്തായിരിക്കുമെന്ന പേടിയിലാണ് ഈ സൂയിസൈഡ്സ് ഉണ്ടാവുന്നത്. ഇത് കുട്ടികളിൽ ഉണ്ടാവുന്ന സ്ട്രെസ് കൊണ്ടാണ് ഇത്തരം സൂയിസൈഡ്സ് കൂടുതലായിട്ടും നടക്കുന്നത്. കുട്ടിക്ക് എത്രത്തോളം ആ റിസൾട്ടിന്റെ മുകളിൽ ഹോപ്പ് ഉണ്ടെന്നും അതോർത്ത് എത്രത്തോളം ആ കുട്ടി വ്യാകുലപ്പെടുന്നുണ്ടെന്നും, അതായത് എൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും, ഞാൻ നന്നായി ചെയ്തിട്ടുണ്ടാവോ, ഇത്തരം പേടികളിലാണ് അവർ സൂയിസൈഡ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. സാധാരണ സൂയിസൈഡ് ചെയ്യുമ്പോൾ അവരുടെ ചിന്താഗതി എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, എക്സാമിൽ ഫെയിലായി എന്നല്ല അവർ കരുതുന്നത്, ജീവിതത്തിൽ തോറ്റുപോയി എന്നവർ വിശ്വസിക്കുന്നു. നമ്മളെ ഒറ്റപ്പെടുത്തുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചില സെപ്പറേറ്റ് സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. ജീവിതത്തിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതെ, അക്കാഡമിക് പെർഫോമൻസ് ഒരു ജീവിതത്തിന്റെ ഭാഗം മാത്രമാണെന്നും അതൊരിക്കലും ജീവിതമല്ലെന്നും എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇതുപോലെയുള്ള ആത്മഹത്യകൾ കുറയ്ക്കാൻ പാരന്റ്സും ടീച്ചേഴ്സും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയൂ ഡോക്ടർ. സൂയിസൈഡ് എന്ന് പറയുന്നത് പെട്ടെന്ന് എടുക്കുന്ന ഒരു തീരുമാനമല്ല. ഇങ്ങനെ മനസ്സിൽ അതിനെപ്പറ്റി ചിന്തിച്ച് പെരുപ്പിച്ച് ഒരു ദിവസം പ്ലാൻ ചെയ്ത് അവരങ്ങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് അവർ വീണ്ടും വീണ്ടും അവരത് പ്ലാൻ ചെയ്യും. ഇത്തരം പ്ലാനിങ്ങിലുള്ളവർ സാധാരണ മറ്റുള്ളവരുമായി ഇതിനെപ്പറ്റി ചില സമയത്ത് സംസാരിക്കാറുണ്ട്. അതായത് എനിക്ക് നാളെ രാവിലെ എണ്ണീക്കണ്ട, ഞാൻ മരിച്ചാൽ നന്നായിരുന്നു, ഇങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനൊരു ആഗ്രഹവും ഉണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റുള്ളവരോട് അവരുടെ മനസ്സിലുള്ളത് അവർ കൺവേ ചെയ്യുന്നതാണത്. ആത്മഹത്യയ്ക്ക് മുമ്പ് സാധാരണ അവർ മറ്റുള്ളവരിൽ നിന്നും വളരെയധികം അകന്നിരിക്കുന്നത് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. അവർ ജീവിതത്തിൻ്റെ എല്ലാവിധ ഇമോഷൻസിൽ നിന്നും സ്വയം മാറി നിൽക്കുന്നു. അവർ ഇമോഷൻസ്, ടൈഅപ്സ്, ബന്ധങ്ങൾ ഇതിലൊന്നും ചേരാതെ മാറി നിന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. പെട്ടെന്ന് കൂട്ടുകാരിൽ നിന്നെല്ലാം ഒരു കുട്ടി അകന്ന് സാധാരണയല്ലാത്ത രീതിയിലുള്ള ബിഹേവിയറും ഒറ്റപ്പെടലും ഒക്കെ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ പ്രൊഫഷണൽ ഹെൽപ്പ് തേടാവുന്നതാണ്. ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നതിന് നന്ദി, വളരെ നന്ദി. താങ്ക് യു.